കാസർഗോഡേക്ക് പോയാൽ കാസർഗോഡ് ചിറ്റാരിക്കൽ നിവാസികളെ ദുരിതത്തിലാഴ്ത്തിയ മലവെള്ളപ്പാച്ചിൽ. വീടുകളിലേക്ക് മലവെള്ളം ഇരച്ചെത്തി. കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയെന്നാണ് നിഗമനം. പുളിങ്ങോം പാലം വെള്ളത്തിനടിയിലാണ്. പനത്തടി നെല്ലിക്കുന്നിൽ കനത്ത മഴയിൽ വീട് നിലംപൊത്തി. തീരപ്രദേശത്തും കെടുതി തുടരുകയാണ്. കോയിപ്പാടിയിൽ കടൽക്ഷോഭം രൂക്ഷം. തീരത്തെ വീടുകൾ ഒഴിപ്പിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. 3 മേഖലകളിലായിട്ടാണ് തിരിച്ചിട്ട് ഇത് ഉരുളുപൊട്ടി വന്നിട്ടുള്ളത്. അത് ഒരു പോയിൻ്റാണോ 3 സ്ഥലത്ത് പല സ്ഥലത്തു നിന്നാണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് റോഡിലും അവിടെ ഇടയ്ക്ക് ആയിട്ട് മണ്ണിടിച്ചിലും കല്ലൊക്കെ വീണിട്ടുള്ള റോഡ് ബ്ലോക്ക് അങ്ങനത്തെയൊക്കെ ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ സൈറ്റ് വിസിറ്റ് ചെയ്തു. വലിയൊരു അപകടം അവിടെ ഒഴിവായെന്ന് തന്നെ പറയാൻ പറ്റും. ആ ഭാഗ്യം കൊണ്ട് തന്നെ ഒഴിവായെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് അതിനുശേഷം എല്ലാവരെയും ഇവാക്യുവേറ്റ് ചെയ്തു. ഒരു ക്യാമ്പുകളിലേക്കോ മറ്റു സ്ഥലങ്ങളിലേക്കോ അല്ല ബന്ധുക്കളുടെ സ്ഥലങ്ങളിലേക്ക് എല്ലാവരെയും മാറ്റി. ഇപ്പം നിലവിലിപ്പം നമ്മളിപ്പം എല്ലാവരും ഇപ്പം പഞ്ചായത്തിൻ്റെയും റവന്യൂവിൻ്റെയും മറ്റെല്ലാ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ജനങ്ങളും എല്ലാവരും ഒരുമിച്ച് ഇവിടെ ഉണ്ട്. ഇപ്പോൾ പരമാവധി ആൾക്കാരെ അവരുടെ വീട്ടിൽ നിന്ന് മാറ്റാന്നുള്ളതായിരുന്നു. അപ്പോൾ അത് പ്രകാരം എല്ലാവരെയും മാറ്റിയിട്ടുണ്ട്. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, കാസർഗോഡിന്റെ മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇന്നിപ്പോൾ ഈ രാത്രി ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണ്. ലിൻഷ, തീർച്ചയായും നമുക്കറിയാം കാസർഗോഡിൻ്റെ മലയോര മേഖലകളിലാണ് 2 ദിവസമായി കനത്ത മഴയുള്ളത്. മറ്റിടങ്ങളിലൊക്കെ മഴ കുറവാകുമ്പോഴും കാസർഗോഡിൻ്റെ മലയോര മേഖലയിൽ വെള്ളരിക്കുണ്ട് ചിറ്റാരിക്കൽ പ്രദേശത്തൊക്കെ വലിയ കനത്ത മഴയാണ്. ഈ മഴയെ തുടർന്നാണ് ഇന്ന് 3 മണിയോടെ ഇത്തരത്തിൽ ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ വായിക്കാനം ഭാഗത്തുണ്ടായത്. വായിക്കാനത്ത് നിരവധി വീടുകളിലെയും പറമ്പുകളിലും ഇടയിലൂടെ വലിയ മലവെള്ളപ്പാച്ചിലായിരുന്നു. അത് ഈ തെയ്യേനി അങ്ങാടിയിൽ വരെ ഇതിൻ്റെ ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും എത്തിയെന്നാണ് ആശങ്കപ്പെടുന്നത്. എന്തായാലും വലിയ ഗൗരവത്തോടെ തന്നെ ജില്ലാ ഭരണകൂടം ഇവിടെ എത്തി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA സന്ദീപ് വയർ ഉൾപ്പെടെയുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ മുഴുവൻ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന തെയ്യേനി ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. 12 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അതിനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും നാട്ടുകാരും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ രാത്രി കനത്ത മഴ പെയ്യുമെന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. അവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഈ ജില്ലാ ഭരണകൂടം ചെയ്യുന്നത്. അത് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. മഴ കനത്താൽ ഉള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതിന് ഒരു പ്രതിവിധി എന്ന നിലയിൽ മുൻകരുതൽ നടപടിയായി രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഇത്തരത്തിൽ ഇന്ന് മലവെള്ളപ്പാച്ചിൽ വന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകളെയും കുടുംബങ്ങളെയും പൂർണ്ണമായി ഒഴിപ്പിച്ച് ഈ ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ചെയ്യാവുന്ന, ഈ രാത്രി ചെയ്യാവുന്ന കാര്യം. നാളെ മാത്രമാണ് ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് അറിയാൻ കഴിയുക. എന്തായാലും ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ക്യാമ്പിൽ മുഴുവൻ ആളുകൾക്കും സുരക്ഷിതമായി കഴിയാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പോലീസിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ തന്നെ എല്ലാത്തരം പ്രവർത്തനങ്ങളും ഉണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ജില്ലാ കളക്ടർ നേരിട്ടെത്തിയാണ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ADM ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്നിഹിതരാണ്. എന്തായാലും റവന്യൂ വിഭാഗത്തിൻ്റെ ശ്രദ്ധയുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മഴ കനത്താലുള്ള ആശങ്ക എന്തായാലും നാട്ടുകാർക്ക് ജനങ്ങൾക്കൊക്കെ ഉണ്ട്. എന്തായാലും ഈ രാത്രി എത്തരത്തിൽ മഴയുടെ സ്വഭാവം അനുസരിച്ചാണ് ഈ പ്രദേശത്ത് വീണ്ടും ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമോ എന്നൊക്കെ ആശങ്കയുണ്ടെങ്കിലും സുരക്ഷിതമായി ഇത്തരം ആശങ്കയുള്ള ഇടങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ അല്ലെങ്കിൽ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ള ആ നടപടി ജില്ലാ ഭരണകൂടം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതാണ് പ്രാഥമികമായി ചെയ്യാനുള്ളത്. അത് പൂർണ്ണമായും ജില്ലാ ഭരണകൂടം നടപ്പിലാക്കി കഴിഞ്ഞു. ഇനി ഈ രാത്രി മഴ കഴിഞ്ഞ ശേഷം നാളെ ആയിരിക്കും ഇതിന് നാശനഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുക. മാത്രമല്ല കർഷകർക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ നടക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനം ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടറും ഭരണകൂടവും MLA ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ ആശങ്കാജനകമല്ല. എന്തായാലും ക്യാമ്പിലേക്ക് പൂർണ്ണമായും ഈ ആശങ്കയുള്ള പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളെയും 12ഓളം കുടുംബങ്ങളുണ്ടായിരുന്ന അവർ മുഴുവനും ഇപ്പോൾ തെയ്യേനി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടമുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. എന്നാലും ഈ കർണാടക വനങ്ങളിലുള്ള കനത്ത മഴയാണ് ആശങ്കപ്പെടുത്തുന്നത്. ഇനിയും ആ ഭാഗങ്ങളിൽ കനത്ത മഴ പെയ്താൽ ഒരുപക്ഷെ വീണ്ടും ജലനിരപ്പ് ഉൾപ്പെടെ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നാണ് ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ലിൻഷ.